ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൊക്കാബുലറി ചാലഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു 5 ക്ലാസ് ആണ് നമ്മൾ വൊക്കാബുലറിയുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആ 5 ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചിട്ട് വേഗം ആൻസർ ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ 5 ക്ലാസ്സിൻ്റെ ലിങ്ക്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. 5 ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നാളെ മുതൽ നമുക്ക് വീണ്ടും ഇതേപോലെ ചെയ്യാം. അതിനുശേഷം 10 ക്ലാസ് ആകുമ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ആ മോക്ക് ടെസ്റ്റിനകത്ത് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമുക്ക് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വൊറേഷ്യസ്. വൊറേഷ്യസിന്റെ സിനോണിം എന്താന്നുള്ളതാണ് ചോദ്യം. ഒന്ന് വേഗം ആലോചിച്ചിട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ. വൊറേഷ്യസ്, വേഗം പറഞ്ഞോ. ആൻസർ ഗ്രീഡി ആണ് അല്ലേ? ഗ്രീഡി ആണ്. ആർത്തി എന്നുള്ളൊരു മീനിങ് ആണ് വോറെ അല്ലേ? കുറേ വേണം എന്നുള്ള രീതിയിൽ കേട്ടോ. എല്ലാവരും ശരിയാക്കിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൊസിഫറസ്. വൊസിഫറസിന്റെ സിനോണിം ആലോചിച്ചിട്ട് പറയാം കേട്ടോ. വൊസിഫറസ്. അപ്പം നമ്മൾ ഈ എടുത്തിട്ടുള്ള ഈ 5 ക്ലാസ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വൊസിഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗഡ്ലി ആൻഡ് ഫ്രാങ്ക്ലി ആണ് കേട്ടോ. ലൗഡ്ലി ആൻഡ് ഫ്രാങ്ക്ലി. വൊസിഫറസ് എന്ന് പറയുമ്പോൾ നമുക്ക് വോയിസ് ആയിട്ട് കണക്ട് ചെയ്യാം അല്ലേ? വോയിസ്. അപ്പോൾ നമ്മുടെ വോയിസ് ഭയങ്കര ഉറക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ലൗഡ്ലി ആൻഡ് ഫ്രാങ്ക്ലി. ഇനി ഇവിടെ കണ്ടിട്ടുള്ള ഈ 2 വാക്കുകൾ റെറ്റിസെൻറ്റും ടാസിറ്റേണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. റെറ്റിസെൻറ്റും ടാസിറ്റേൺ എന്ന് പറഞ്ഞാൽ മിതഭാഷി അല്ലെ? അധികം സംസാരിക്കാത്ത ആൾക്കാർ. അപ്പോൾ അവരുടെ ടേൺ ആകുമ്പോഴേ സംസാരിക്കുള്ളൂ എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. നമ്മൾ എപ്പോഴും പറയുന്നതാണ് കേട്ടോ. വീണ്ടും വീണ്ടും പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അടുത്ത് നോക്കാം, സീലെസ് ആണ്. സീലെസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ സിനോണിം എന്താ? വേഗം പറഞ്ഞേ. എനർജറ്റിക് ആണോ, ഇൻഡിഫറൻറ്റ് ആണോ, എപ്പത്തറ്റിക് ആണോ, ഫ്രിജിഡ് ആണോ? ആൻസർ എനർജറ്റിക് അല്ലേ? ഉന്മേഷമുള്ള. നമ്മൾ പറഞ്ഞിരുന്നു സീലെസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മൾ കണക്ട് ചെയ്തിരുന്നത്? നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ സീല് കിട്ടിക്കഴിയുമ്പോൾ, അറ്റസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് സീല് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജി ആയിരിക്കും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാലോ. എനർജറ്റിക് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക ഫ്രിജിഡ്. ഫ്രിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രിജിഡ് എന്ന് പറഞ്ഞാൽ തണുത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല തണുപ്പുള്ള എന്നൊക്കെ ഒരു മീനിങ് കിട്ടില്ലേ? അങ്ങനെ തന്നെ ഓർക്കാം കേട്ടോ. ഫ്രിജിഡ് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള അല്ലെങ്കിൽ തണുത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ്. അടുത്ത വാക്ക് നോക്കാം, എക്സോണറേറ്റ്. എക്സോണറേറ്റിന്റെ സിനോണിം എന്താണ്? ആലോചിച്ചിട്ട് പറഞ്ഞ. എക്സോണറേറ്റിന്റെ സിനോണിം എന്താ? ആൻസർ ഫ്രീ ഫ്രം എ ചാർജ് അല്ലെ? കുറ്റവിമുക്തനാക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എക്സോണറേറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സോണറേറ്റ് എന്താണ്? ഫ്രീ ഫ്രം എ ചാർജ്. ഇനി കൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റവാളി അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന് വിധിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കൺവിക്റ്റ് കേട്ടോ. ടു ചാർജ്, ഹോൾഡ് ടു, കൺവിക്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ എക്സോണറേറ്റിന്റെ ആന്റോണിംസ് ആയിട്ട് വരും. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 5ാമത്തെ ചോദ്യം, ടിമിഡ്. ടിമിഡിന്റെ സിനോണിം എന്ന് പറഞ്ഞു തന്നെ. എന്തായിരുന്നു ടിമിഡ്? ആൻസർ നെർവസ് ആണ് അല്ലെ? നെർവസ് ആൻഡ് ഷൈ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. എങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത്? ടിമിഡ് എന്ന് പറയുമ്പോൾ മിഡിൽ അല്ലെ? മിഡിൽ സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്നത് കുറച്ച് പേടിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ നെർവസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ബോൾഡ്, ഒഡേസിറ്റി, ബ്രേവ് ഇതെല്ലാം ടിമിഡിന്റെ ആന്റോണിംസ് ആയിട്ട് വരും കേട്ടോ. ഒഡേസിറ്റി നമ്മുടെ സിറ്റിയിൽ ഓടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രേവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലേ സിറ്റിയുടെ നടുക്കി കൂടെ ഒക്കെ ഓടുക എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഒഡേസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം കേട്ടോ. എന്താണ്? ബ്രേവ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ്, കോമ്പോസ് മെന്റസ്. ഫോറിൻ വേർഡ് ആണ് കേട്ടോ. പറഞ്ഞേ. കോമ്പോസ് മെന്റസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നത്? അപ്രോക്സിമേറ്റ്ലി ആണോ, ഇൻ കൺട്രോൾ ഓഫ് ദി മൈൻഡ് ആണോ, ഓൺ ദി വേ ആണോ, ക്ലെവർ റിമാർക്ക് ആണോ? കോമ്പോസ് മെന്റസ്. ആൻസർ ഇൻ കൺട്രോൾ ഓഫ് ദി മൈൻഡ് അല്ലേ? നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈക്കാർട്ടിസ്റ്റിന്റെ കയ്യിലൊക്കെ ഒരു കോമ്പസ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. മെന്റസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെന്റൽ മൈൻഡുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാലോ. അപ്പോൾ ഇൻ കൺട്രോൾ ഓഫ് ദി മൈൻഡ് ആണ്. അപ്രോക്സിമേറ്റ്ലി എന്തായിരുന്നു? സർക്ക അല്ലെ? സർക്കിൾ. അപ്രോക്സിമേറ്റ്ലി. ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ എൻ റൂട്ട്. ക്ലെവർ റിമാർക്ക് എന്ന് പറഞ്ഞാൽ ബോൺ മോട്ടെ അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നു മൊട്ടത്തലയായിട്ട് ജനിച്ചിട്ടുള്ള ആൾക്കാർ ഭയങ്കര ക്ലെവർ റിമാർക്കൊക്കെ തരും എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിരുന്നു അല്ലെ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എവ്രിബഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിൻ വേർഡ് ഏതാണ്? ബിയോ മോണ്ടെ ആണോ, ടോട്ട്ലെ മോണ്ടെ ആണോ, വോൾട്ടേ ഫേസ് ആണോ, ജൂറേ ഡിവിനെ ആണോ? വേഗം പറഞ്ഞേ. ആൻസർ ടോട്ട്ലെ മോണ്ടെ അല്ലേ?
ടോട്ടൽ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞാണ് എവ്രിബഡി ടോട്ടൽ. അപ്പൊ ടോട്ടൽ എമൗണ്ട് ആണ്. ബിയോമോണ്ട് എന്തായിരുന്നു? ബ്ലൂ കളറിലെ മുണ്ട്, ഹൈ സൊസൈറ്റി അല്ലെ. വോൾട്ടേജ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരുന്നത് അല്ലെ. നമ്മുടെ ഫേസിന്റെ വോൾട്ടേജ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. സർക്ക നമ്മളിപ്പോ പറഞ്ഞാണേ. സർക്ക എന്ന് പറഞ്ഞാൽ എന്താ? അപ്രോക്സിമേറ്റ്ലി അല്ലെ. അപ്രോക്സിമേറ്റ്ലി ഏകദേശം എന്നുള്ളൊരു മീനിങ് ആണ് സർക്ക. അപ്പൊ നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഏകദേശം ഒരു സർക്കിൾ ആയിട്ടൊക്കെ വരും അല്ലെ. അപ്രോക്സിമേറ്റ്ലി. പിന്നെ എക്സാക്ട്ലി, പ്രിസൈസ്ലി എന്നൊക്കെ പറഞ്ഞാൽ അതേപോലെ തന്നെ അപ്രോക്സിമേറ്റ്ലിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ സർക്കയുടെ ഓപ്പോസിറ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള എക്സാക്ട്ലിയും പ്രിസൈസ്ലിയും. ഓക്കെ. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. കാവിയറ്റ്. കാവിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാർണിംഗ് ആണോ, കെയർലെസ്നെസ് ആണോ, കാംനെസ് ആണോ, കൺഫേം ആണോ? കാവിയറ്റ് ആൻസർ വാർണിംഗ് ആണ് അല്ലെ. വാർണിംഗ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അഡ്വക്കേറ്റ്സ് നമ്മുടെ കോടതിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് കാവിയറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ കണക്ട് ചെയ്യാൻ എങ്ങനെയാ പറഞ്ഞിരുന്നത്? ഒരു കേവിനകത്തൊക്കെ പോണ സമയത്ത് ഒരു വാർണിംഗ് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. നോം ഡെ പ്ലൂം എന്ന് പറഞ്ഞാൽ ഫോറിൻ വേർഡ് ആണ്. എസ്റ്റീം ആണോ, പെന്നേം ആണോ, ക്ലെവർ റിമാർക്ക് ആണോ, കോൺഫ്ലിക്റ്റ് ആണോ? സിമ്പിൾ ആയിട്ട് കിട്ടാവുന്ന ഒന്നാണ് കേട്ടോ. നോം ഡെ പ്ലൂം ആൻസർ പെന്നേം ആണ് അല്ലെ. അപ്പൊ നോം എന്ന് പറയുമ്പോൾ നെയിം ആലോചിക്കുക. അപ്പൊ തന്നെ നമുക്ക് കിട്ടി പെന്നേം ആണ് കേട്ടോ. നോം ഡെ പ്ലൂം ആണ്. അപ്പൊ പി വെച്ചിട്ട് തന്നെ പെന്നേം ആണ് വരുന്നത് കേട്ടോ. പെന്നേം. അടുത്ത് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഫീലിംഗ് ഇൽ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ അണ്ടർ ദി ബ്രിഡ്ജ് ആണോ, ആൻഡ് ആക്സ് ടു ഗ്രൈൻഡ് ആണോ? ഇഡിയമാണ് കേട്ടോ ഫീലിംഗ് ഇല്ല. വാട്ടർ അണ്ടർ ദി ബ്രിഡ്ജ് ആണോ, ആൻഡ് ആക്സ് ടു ഗ്രൈൻഡ് ആണോ, സ്ട്രോ ഇൻ ദി വിൻഡ് ആണോ, അണ്ടർ ദി വെതർ ആണോ? എന്ന് പറഞ്ഞേ ഫീലിംഗ് ഇല്ല. ആൻസർ അണ്ടർ ദി വെതർ അല്ലെ. അണ്ടർ ദി വെതർ, വെതറിന്റെ അടിയിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വെതറൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഫീലിംഗ് ഇല്ലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. വാട്ടർ അണ്ടർ ദി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പണ്ട് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ ഇപ്പൊ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത. സ്ട്രോ ഇൻ ദി വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് സംഭവിക്കും, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ധാരണയാണ് അല്ലെ. സ്ട്രോ ഇൻ ദി വിൻഡ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അടുത്തത് ഇൻ റിട്ടേൺ ഫോം. ഇൻ റിട്ടേൺ ഫോം എന്ന് പറഞ്ഞാൽ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ, ഇൻ പിങ്ക് ആണോ, ഇൻ റെഡ് ആണോ, ഇൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണോ? ആൻസർ ആലോചിച്ചിട്ട് പറഞ്ഞ. ഇൻ റിട്ടേൺ ഫോം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമ്മുടെ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പേന വെച്ച് എഴുതുക എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. ഇൻ റിട്ടേൺ ഫോം ആണ്. ഇൻ പിങ്ക് എന്ന് പറഞ്ഞാൽ ഇൻ ഗുഡ് ഹെൽത്ത് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുടെ ഫേസ് ഒക്കെ കുറച്ച് പിങ്ക് കളറായിട്ടിരിക്കുന്ന ആലോചിക്കാം. ഇൻ റെഡ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, കടബാധ്യത ഒക്കെ ഉണ്ടെങ്കിൽ ആകെ റെഡ്, ഒരു ഡേഞ്ചറിന്റെ ഒരു കളർ ആലോചിക്കുക കേട്ടോ. റെഡ് കളർ ആലോചിക്കുക. ഇൻ റെഡ് കേട്ടോ. ഇൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു ഇടിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ ബ്ലാക്കും കറുത്ത് നീലച്ച് ഇരിക്കുന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ആ ഒരു മീനിങ് ആണ് കേട്ടോ. ബ്രൂയിസ്ഡ് എന്നുള്ളൊരു മീനിങ് ആണ്. ബ്രൂയിസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൂസിലിനൊക്കെ വേണമെങ്കിൽ ഓർത്താൽ മതി. ഇടി എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ കിട്ടിയല്ലോ. ഇൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ബ്രൂയിസ്ഡ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. അറ്റ് ലോഗർ ഹെഡ്സ്. അറ്റ് ലോഗർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ടേക്ക് എ ഡിഫിക്കൽട്ട് ടാസ്ക് ആണോ, ടു ലീവ് ക്വിക്ക്ലി ആണോ, വെരി ഫ്രണ്ട്ലി ആണോ, ഇൻ സ്ട്രോങ് ഡിസഗ്രിമെന്റ് ആണോ? പറഞ്ഞേ. നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞ ഇൻ അറ്റ് ലോഗർ ഹെഡ്സ്. ആൻസർ ഇൻ സ്ട്രോങ് ഡിസഗ്രിമെന്റ് ആണ് അല്ലെ. അപ്പൊ ലോഗ് എന്ന് പറയുമ്പോൾ മരത്തടി. അപ്പൊ മരത്തല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് കുറച്ച് ഫൂളിഷ് ആയിട്ടുള്ള, അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ഇങ്ങനെ തല്ല് പിടിക്കും, ഡിസഗ്രിമെന്റ് ഒക്കെ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. ഇൻ സ്ട്രോങ് ഡിസഗ്രിമെന്റ്. അടുത്ത ചോദ്യം. ഡൈ ഇൻ ഹാർനസ്. ഇമ്പോർട്ടന്റ് ആണ്. ഡൈ ഇൻ ഹാർനസ് എന്ന് പറഞ്ഞാൽ ഡൈ വൈൽ സ്റ്റിൽ വർക്കിംഗ് ആണോ, ഡൈ ഡ്യൂ ടു ആൻ ആക്സിഡന്റ് ആണോ, ഡൈ ഡ്യൂ ടു സ്റ്റാർവേഷൻ ആണോ, അൺകൺട്രോളബിൾ പ്ലഷർ ആണോ? ആൻസർ എന്താ? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെ. ഡൈ വൈൽ സ്റ്റിൽ വർക്കിംഗ് ആണ്. അടുത്ത് നോക്കാം. ബിഗ് ഡ്രോ. ബിഗ് ഡ്രോ ഇഡിയത്തിന്റെ മീനിങ് എന്താ? ബിഗ് ഡ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൻസർ ഹ്യൂജ് അട്രാക്ഷൻ ആണ് അല്ലെ. വലിയൊരു അട്രാക്ഷൻ ആണ്. നമ്മുടെ ലോട്ടറിയുടെ ഡ്രോ ഒക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ അതിനകത്ത് വലിയ എന്താ പറയാ സമ്മാനത്തൊക്കെയൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഹ്യൂജ് അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത് നോക്കാം. കണ്ടംപ്ലേഷൻ. കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേഗം ഒന്ന് ആലോചിച്ചിട്ട് ആൻസർ പറഞ്ഞേ. 2 സെക്കൻഡ്സ് തരാം, വേഗം പറഞ്ഞോ. കണ്ടംപ്ലേഷൻ. ആൻസർ ദ ആക്ഷൻ ഓഫ് ലുക്കിംഗ് തോട്ട്ഫുള്ളി ഫോർ സംതിങ്. കുറേ നേരം നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുക, ഒരു മെഡിറ്റേഷൻ പോലെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക അല്ലെ. അതിനെയാണ് കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ ഓർത്തിരുന്നേ? നമ്മളൊരു പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ, ബുഫേയിൽ ഒരു പ്ലേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓർത്തിരിക്കും അല്ലെ. ഏത് കറി എടുക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിരുന്നു കേട്ടോ. ഇനി നമ്മുടെ 17ാമത്തെ ചോദ്യം. ഇമാൻസിപ്പേറ്റ്. ഇമാൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമാൻസിപ്പേറ്റ്. ആൻസർ വേഗം പറഞ്ഞോളൂ. സെറ്റ് ഫ്രീ ആണ് അല്ലെ. സെറ്റ് ഫ്രീ, അയാളെ ഫ്രീ ആക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഇമാൻസിപ്പേറ്റ്. ഈ മാനിനെ ഫ്രീ ആക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തു കേട്ടോ. ഈ മാനിനെ ഫ്രീ ആക്കുക. 18ാമത്തെ ചോദ്യം. അടുത്ത് നോക്കാം. കൊളോസൽ.
കൊളോസൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ടൈനി ആണോ, മൈന്യൂട്ട് ആണോ, ജൈജാന്റിക് ആണോ, ഡിസ്പ്യൂട്ട് ആണോ? കൊളോസൽ. ആൻസർ ജൈജാന്റിക് അല്ലെ. വലിയ, ഭയങ്കരമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് കൊളോസൽ. നമ്മുടെ കുളം വലിയൊരു കുളമാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ജൈജാന്റിക്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സ്റ്റംബിൾ. സ്റ്റംബിൾ മീൻസ് കറക്റ്റ് ആണോ, കണ്ടിന്യൂ ആണോ, ഓവർലുക്ക് ആണോ, ഫോൾ ഡൗൺ ആണോ? ആൻസർ പറഞ്ഞേ. സ്റ്റംബിൾ. സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ ഫോൾ ഡൗൺ അല്ലെ, വീഴുക എന്നുള്ളൊരു മീനിങ് ആണ് സ്റ്റംബിൾ. അപ്പൊ നമ്മുടെ സ്റ്റംപ്, ക്രിക്കറ്റിന്റെ സ്റ്റംപ് വീണെന്ന് ഓർത്താൽ മതി കേട്ടോ. സ്റ്റംബിൾ ഫോൾ ഡൗൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എക്സ്റ്റെൻസീവ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തമസ് ആണോ, ഹിന്റർലാൻഡ് ആണോ, സ്വാംസ് ആണോ, ആർക്കിപെലാഗോ ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞേ. എക്സ്റ്റെൻസീവ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്തായിരുന്നു? ആൻസർ ആർക്കിപെലാഗോ അല്ലെ. അപ്പൊ നമ്മളൊരു ഐലൻഡിൽ നിന്ന് വേറെ ഐലൻഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു പലകയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നതെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ആർക്കിപെലാഗോ. എല്ലാവർക്കും കിട്ടിയോ? അപ്പൊ നമ്മൾ ഇന്നൊരു 20 ക്വസ്റ്റ്യൻസ് ആണ് റിവൈസ് ചെയ്തത് കേട്ടോ. 20 അല്ല, നമ്മൾ അതിന്റെ ഓപ്ഷൻസ് ഒക്കെ കുറെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ റിവിഷന്റെ ഇമ്പോർട്ടൻസ്, ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റിവിഷൻ പോലെയായിട്ട് നിങ്ങൾ കാണാം. റിവിഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് മൈൻഡിലേക്ക് വെച്ചാലുണ്ടല്ലോ പിന്നെ നമ്മൾ തെറ്റിക്കില്ല. എസ്പെഷ്യലി ഈ പറഞ്ഞിട്ടുള്ള വൊക്കാബുലറി കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ 5 ക്ലാസ്സിന് ശേഷം ഇതേപോലെ ഒരു മോക്ക് ടെസ്റ്റ് വീതം നടത്താം കേട്ടോ. അപ്പൊ ആ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ നമ്മുടെ മൈൻഡിലേക്ക് കയറ്റാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സുകൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ വൊക്കാബുലറിയുടെ ക്ലാസ്, നമ്മുടെ 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിഗ്രി എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള വൊക്കാബുലറിയുടെ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ മുതൽ നമ്മുടെ വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി സീരീസ് കണ്ടിന്യൂ ചെയ്യും. അതേപോലെ തന്നെ സയൻസിന്റെ ക്ലാസ് നാളെ ചെയ്യും കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് ഫിസിക്സ് വെച്ചിട്ടാണ്, ഫിസിക്സിന്റെ ഒരു ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ഒക്കെ കാണാം കേട്ടോ. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് എക്കണോമിക്സിന്റെയും കറണ്ട് അഫയേഴ്സിന്റെയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് തുടങ്ങാം. അപ്പം എൻ്റെ വോയിസിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കുറച്ച് നമ്മൾ സ്ലോ ആയത്. അപ്പം നാളെ മുതൽ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.